പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ നമ്മളെല്ലാവരെയും ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്ത് ദാ ഈ സമയം ഒരുക്കിയിരിക്കുകയാണ്. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മളെല്ലാവരും പങ്കാളികളാകുകയാണ്. ഒരു പക്ഷേ പലവിധ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. ദാ ഈ സമയം നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് വലിയ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങാം. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിൽ ആ രണ്ട് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് സ്വയം മറന്നൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഉണർവിന്റെ കാറ്റ് എല്ലാ ദൈവ മക്കളിലേക്കും ഈ അത്ഭുതകരമായ സമയം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ ഒരു പുതിയ പന്തക്കുസ്ത കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് പഠിക്കേ, കൈയടിച്ച്. ആമേൻ. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. എല്ലാവരും ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ എഴുന്നേൽക്കുന്നു. പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നാ നിന്നിടാം നാം യേശുവിനായി. ദർശനത്തിന്റെ തലമുറ, ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. കൈകളടിച്ച് ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തി. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തി. കൈകൾ ഉയർത്തി കൈയടിച്ച്. ആമേൻ, ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചോ. ഈ ശുശ്രൂഷ സമയം ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായ ഒരു തീ കാറ്റ് വീശട്ടെ. കർത്താവെ, ഒരു മഴ പെയ്യുന്ന അനുഭവം ഉണ്ടാവട്ടെ. കർത്താവെ, ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ മേൽ ആഞ്ഞടിച്ച അതേ പരിശുദ്ധാത്മാവ് ദൈവമക്കളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവെ, ദുഃഖം, ഭാരം, നിരാശ, ഭയചിന്തകൾ യേശുവേ നിന്റെ ആത്മാവാൽ എടുത്തു മാറ്റപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ദൈവജനത്തിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കൈകളൊക്കെ കൂപ്പി ഒന്ന് സന്തോഷത്തോടെ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി ആ കൈകളൊക്കെ കൂപ്പി അവരിൽ ഈശോയെ കണ്ടോണ്ടെന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. 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 സ്വസ്ഥമായി നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഇരിക്കുക. ബൈബിൾ എടുക്കാം, നോട്ട് ബുക്ക് എടുക്കാം, വചനം എഴുതി പഠിക്കാൻ പോവാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന വചനം അത് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായം 2-ാം തിരുവചനമാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 6 വേഴ്സ് 2. വചനം ഇങ്ങനെയാണ്: അവിടുന്ന് അരുളി ചെയ്തു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. പ്രിയപ്പെട്ടവരെ, പലതവണ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമല്ലേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഈ വചനത്തിലൂടെ ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാന കേന്ദ്രത്തിലും കൗൺസിലിങ്ങിനൊക്കെ ദൈവജനം വരുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: അച്ചോ, പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം ഏതാണ്? പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്? ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്? പലവിധ ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പലവിധ രീതികളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പല സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നു 3 മണി സമയം അല്ലേ, നമ്മൾ കരുണക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന മരിയ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെട്ട സമയം രാവിലെ 3 മണി, ഉച്ച കഴിഞ്ഞ് 3 മണി, 3 മണി സമയം.
വേറെ ചിലർ മറ്റു ചില സമയങ്ങൾ, അങ്ങനെ പല സമയങ്ങളെയൊക്കെ തിരിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം, എപ്പോഴാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം? എവിടെയിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം? ദാ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ തിരുവചനം. ഒന്നും കൂടെ ശ്രദ്ധിച്ച വചനം ഒന്ന് വായിച്ചേ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെയാണ് നിന്റെ പ്രാർത്ഥനയുടെ സമയം, നിന്റെ രക്ഷയുടെ സമയം. നാളെയല്ല, മറ്റന്നാളല്ല, അടുത്ത മാസമല്ല, അടുത്ത വർഷമല്ല, ഇന്ന സ്ഥലത്തല്ല, മറിച്ച് നീ എവിടെയാണോ ആ ആയിരിക്കുന്ന സ്ഥലത്ത് ഇതാ കർത്താവ് നിന്നെ പ്രാർത്ഥനയുടെ സമയം ക്രമീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കാൻ 1-2 തിരുവചന ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള തിരുവചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ നമ്മൾ അവിടെ കാണുന്നത് കാനാൻകാരിയുടെ ഒരു പ്രാർത്ഥനയാണ്. കാനാൻകാരി. യേശു അവിടെ നിന്നും പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്നു കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരമ്മ മകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഒരമ്മ മകൾ അവിടെയില്ല, മകൾ വീട്ടിലെവിടെയോ. മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്ന കാര്യം ഈശോയുടെ പക്കൽ വന്ന് ഒരമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഈശോയും ഈ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമൊക്കെ വചനത്തിലുണ്ട്. അതിൻ്റെ അവസാന ഭാഗം 28-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. അടുത്ത വചനം ഒന്ന് ശ്രദ്ധിക്കണേ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ആ സമയം മുതൽ. ഏത് സമയം മുതൽ? എപ്പോഴാണോ ഒരമ്മ വന്ന് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അപ്പോൾ മുതൽ. എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി, സ്ഥലകാലങ്ങൾക്കതീതമായി ദൈവം പ്രവർത്തിക്കുന്നു. സ്ഥലകാലങ്ങൾക്കതീതമായി ദൈവം പ്രവർത്തിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക മാതാപിതാക്കൾ മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. മക്കൾ വിദേശത്താണ്, കാനഡയിലാണ്, ഇംഗ്ലണ്ടിലാണ്, ഓസ്ട്രേലിയയിലാണ്, ന്യൂസിലൻഡിലാണ്, ജർമ്മനിയിലാണ്. അപ്പോൾ അച്ഛാ എന്തു ചെയ്യും? മകൻ അവിടെ എങ്ങനെ ജീവിക്കുന്ന ഒരു പിടുത്തം ഇല്ല അച്ഛാ. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഫോൺ വിളിക്കുമ്പോൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദേ വചനം പഠിപ്പിക്കുന്നു, നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയല്ല, ഉപദേശിച്ചുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചാൽ അങ്ങ് ദൂരെയുള്ള നിന്റെ മക്കളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്ഥലകാലങ്ങൾക്കതീതനായ ദൈവം. ഇതാണ് നിന്റെ പ്രാർത്ഥനയുടെ സമയം. നീ ഓർത്തോണം, കർത്താവ് നിന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചിരിക്കുന്ന സമയമാണ്. അത് നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കരുത്. പിന്നെ അടുത്ത ധ്യാനത്തിന് പോകുമ്പോൾ പ്രാർത്ഥിക്കാമെന്നല്ല, മറിച്ച് നീ വിശ്വസിക്കുക, ദൈവം തെരഞ്ഞെടുത്ത സമയത്താണ് നീ ഇപ്പോൾ. ഇതാണ് രക്ഷയുടെ സമയം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാം തിരുവചനം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ശതാധിപന്റെ ഭൃത്യനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വചനം ഇങ്ങനെയാണ്: യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശതാധിപൻ വന്ന് പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഭൃത്യന് വേണ്ടി. ഈ ഭൃത്യൻ എവിടെയാണ്? വീട്ടിൽ കിടക്കുന്നു. തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുന്നു.
വചനം മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ 13-ാം തിരുവചനം ഇങ്ങനെ പറയും, യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ, കണ്ടോ വചനം ഇങ്ങനെയാണ്, ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. ആ സമയത്ത് തന്നെ. എപ്പോഴാണ്? ശതാധിപൻ വന്ന് യേശുവിൻ്റെ പക്കൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിൽ കിടക്കുന്ന ആ തളർവാദം പിടിപെട്ട ഭൃത്യൻ സുഖം പ്രാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഇത് വിശ്വസിക്കണം. ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിന്ന് കണ്ണുനീരോടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടും. വളരെ അത്ഭുതകരമായി ദൈവം ഇടപെടും. വായിച്ച് ധ്യാനിക്കാൻ പറ്റിയൊരു വചനം കൂടെ പറയാം. അത് അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25-ഉം 26-ഉം. നമുക്ക് വളരെ പരിചിതമായൊരു വചനഭാഗമാണ്. പൗലോസും സീലാസും തടവറയിൽ കിടന്ന്, ബൈബിൾ വചനം പറയുന്നു, അർദ്ധരാത്രിയിൽ. എന്തിനാ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നേ? അവർ പ്രാർത്ഥിച്ചൊരു സമയമാണ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു അവരുടെ രക്ഷയുടെ സമയം. അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ സ്തുതിച്ചു, കീർത്തനം പാടി. 26-ാം തിരുവചനം പറയുന്നു, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്തരീക്ഷത്തിൽ വലിയ വ്യത്യാസം, ഭൂമി കുലുങ്ങാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിക്കേ, ആ രാത്രിയിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ, ഒന്നും അനുകൂലമല്ല, പ്രതികൂലമായ സാഹചര്യങ്ങൾ, ആ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് യേശുവേ എന്ന് വിളിച്ചാൽ ആ വിളിപ്പുറത്ത് നിനക്കൊരു ഉത്തരം കിട്ടും. ചിലരൊക്കെ ചിന്തിക്കും, എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വേണം പ്രാർത്ഥിക്കാൻ, അല്ലേ? ചിലരുടെ ഉള്ളിലൊരു ചിന്തയാണ്, എല്ലാ കാര്യങ്ങളും അനുകൂലമാവണം. അതെപ്പോഴാവുന്നത്? ഞാൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഇരിക്കുമ്പം പ്രാർത്ഥിക്കും. അതെന്നാ സംഭവിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നാളെ. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ എവിടെയാണോ ആയിരിക്കുന്നിടത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്നിൽ ദൈവം അത്ഭുതകരമായി ഇടപെടും. ഞാൻ ഓർക്കുന്നൊരു സുന്ദരമായ സംഭവം. ഡൽഹി ധ്യാന മന്ദിരത്തിലായിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാ സാറ്റർഡേയിലും ശനിയാഴ്ചകളിൽ ശുശ്രൂഷയുണ്ട്. അടുപ്പിച്ച് പല ശനിയാഴ്ചകൾ ആ ചെറുപ്പക്കാരൻ അവിടെ കണ്ടു. എന്ന് മാത്രമല്ല, നിത്യാരാധന ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആരാന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, നമ്മുടെ ധ്യാന കേന്ദ്രത്തിനടുത്ത് വലിയൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഇവൻ്റെ അമ്മ അഡ്മിറ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ മകൻ വന്നിരിക്കുന്നത്. ഒരു സാറ്റർഡേയിൽ ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്ന ശുശ്രൂഷ സമയത്ത് മുൻപോട്ട് കടന്നു വന്നിട്ട് മൈക്കെടുത്ത് പറഞ്ഞു, കഴിഞ്ഞ 21 ദിവസമായി എൻ്റെ അമ്മ ഈ ഹോസ്പിറ്റൽ, ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇതാ അൺകോൺഷ്യസായി അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ആ കഴിഞ്ഞ 21 ദിവസമായി ഞാൻ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നോർത്ത് ഇന്ത്യയിലാണ് അന്തരീക്ഷം. അവിടെ അധികം ഇപ്രകാരമുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല. അപ്പോൾ ആശുപത്രി വന്ന് ഈ അമ്മേനെയും കൊണ്ടുവന്ന്, വീട്ടിലെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവരെല്ലാവരും വന്നിരിക്കുക. അപ്പോൾ അവിടെ ഒരു മലയാളി നേഴ്സ് പറഞ്ഞു കൊടുത്ത്, ഇവിടെ അടുത്തൊരു സ്ഥാപനമുണ്ട്, ഒരു ധ്യാനകേന്ദ്രമുണ്ട്, അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഈ അമ്മ ബോധം തിരിച്ചു കിട്ടിയിട്ടെങ്കിലേ നമുക്ക് ചികിത്സ തുടരാൻ പറ്റുള്ളൂ. 21 ദിവസമായി കിടക്കുന്നു. ഈ മകൻ ധ്യാന മന്ദിരത്തിൽ വന്നിരുന്ന് ആരാധനയിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, കണ്ണുനീരോടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞ സാക്ഷ്യം അങ്ങനെയാ, ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആശുപത്രിയിൽ അമ്മ കണ്ണു തുറന്നു. ആരാധന കഴിഞ്ഞ് മൊബൈൽ നോക്കുമ്പോൾ ഇത് ആശുപത്രിയിൽ നിന്ന് വീട്ടുകാരെ വിളിച്ചിരിക്കുകയാണ്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, എന്തോ ഒരു അത്ഭുതം, എന്തോ ഒരു കാര്യം നടന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഡോക്ടർമാർക്ക് പോലും അത്ഭുതം. അവർ പറഞ്ഞത് പ്രാർത്ഥനയുടെ ഉത്തരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ ഇതുപോലെ പല പ്രാർത്ഥിക്കാൻ നിയോഗങ്ങളില്ലേ? നാളത്തേക്ക് മാറ്റിവെക്കാനല്ല, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ വിശ്വസിക്കണം. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ സുന്ദരമായ ലേഖനം 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം,
ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദാ ഇതാണ് നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ ഉയർത്തുന്ന സമയം. വിശ്വസിക്കണം, ദൈവം നിന്നിൽ ഇടപെടുന്ന സമയമാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം ഇതാ ഈശോ പറയാണ്, സമയം പൂർത്തിയായി, നാളേക്ക് വെക്കല്ലേ, ഇതാണ് നിന്റെ സമയം, സമയം പൂർത്തിയായി. നീ വിശ്വസിക്കണം, നീ പ്രാർത്ഥിക്കണം. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 33-ാം തിരുവചനം, ശ്രദ്ധാപൂർവ്വം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. എന്ന് പറഞ്ഞാൽ നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, അടുത്ത മാസമല്ല, ഇപ്പോൾ. അതാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ വചനം നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം, അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. See, now is the acceptable time. See, now is the day of salvation. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പിക്കേ, കണ്ണടച്ച് നീ വിശ്വസിക്കണം. ദാ തുടർന്നുള്ള ആരാധന സമയത്ത് ഈ വചനത്തിൻ്റെ ശക്തി നിന്നിൽ സംഭവിക്കപ്പെടാൻ പോവാണ്. നീ ആരും ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം എന്തുമായിക്കൊള്ളട്ടെ, നീ ആയിരിക്കുന്നിടങ്ങളിൽ നിന്ന് യേശുവേ എന്ന് വിളിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ നിന്നിൽ കർത്താവ് ഇടപെടും, അത്ഭുതകരമായി ഇടപെടും. ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ആമേൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. രണ്ട് കരങ്ങളും ഉയർത്തി, ആയിരുന്നോനും ആയിരിക്കുന്നവനും ആയിരിക്കുന്നോനും വരുവാനിരിക്കുന്ന സർവശക്തനും, യേശുവേ, ആയിരുന്നോനും ആയിരിക്കുന്നവനും ആയിരിക്കുന്നോനും വരുവാനിരിക്കുന്ന സർവശക്തനും, നിത്യനുമായ ദൈവമേ, ദൈവ കുഞ്ഞാടേ, കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആമേൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്ന കർത്താവേ, ഈ സമയം എൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ. യേശുവേ, ആരാധന 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 ആരാധന, യേശുവേ, ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ദാ ഇതാണ് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം. പരിശുദ്ധ അൾത്താരുടെ മുമ്പിൽ നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നാളത്തേക്ക് മാറ്റിവെക്കാനല്ല, മറിച്ച് ഇപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്നിൽ ദൈവം ഇടപെടും. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഏത് നിയോഗമാണോ ആ നിയോഗം മനസ്സിൽ ഓർക്കുക. ഒരുപക്ഷെ ദൂരങ്ങളിലുള്ള മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ എവിടെയാണെങ്കിലും അവിടേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടും. സാധിക്കുന്ന മാതാപിതാക്കൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ.
കർത്താവിൽ വിശ്വസിക്കണം. എൻ്റെ കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടുന്നു, എൻ്റെ മക്കളിൽ ഇടപെടുന്നു. ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവിനെ സമർപ്പിക്കും. മക്കളുടെ തെറ്റായ ജീവിത വഴികൾ, മക്കളുടെ പാപശീലങ്ങൾ, അവരുടെ ജീവിതത്തിലെ അടിമത്തങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ചോ. യുവതിയുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങ് ഞങ്ങളിൽ ഇടപെടുന്നു, ഈ വിഷയത്തിൽ ഇടപെടുന്നു, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവെന്തും ചെയ്തിടുമേ, യേശുവേ അവൻ അത്ഭുതവാനാണേ. ആമേൻ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, ചെയ്തിടുമേ, ആമേൻ. അവൻ അത്ഭുതവാനാണ്. ഇതിൽ തന്നെ സംഭവിക്കട്ടെ. എന്തും ചെയ്തിടുമേ, ഓ ദൈവമേ, അവൻ അതിശയവാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ജീവിതത്തിൽ ബന്ധങ്ങളിൽ തകർച്ചകൾ അനുഭവപ്പെടുന്നവരുണ്ട്. നീ ചിന്തിച്ചു നോക്ക്, നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? ഭാര്യ ഭർത്ത ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഏത് ബന്ധത്തിലാണ് തകർച്ചയുള്ളത് അത് ഈ സമയത്ത് സമർപ്പിക്കുക. ഒരുപക്ഷെ സ്വത്ത് വിഭജനത്തെ തുടർന്ന് ഭാരപ്പെട്ട ബന്ധങ്ങളുണ്ട്. നിസാരപ്പെട്ട കാര്യങ്ങളുടെ പേരിൽ ഇന്ന് വലിയ അകൽച്ചയിലുള്ള ബന്ധങ്ങളുണ്ട്. ദൈവത്തിന് മുമ്പിൽ കർത്താവേ, ഈ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ ഇതാ ഈ സമയം പരിശുദ്ധ അൽത്താരുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച എല്ലാ ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. യേശു ഈ സമയം ഈ ബന്ധങ്ങളിൽ ഇടപെടുന്നു, ഈ വിഷയത്തിൽ ഇടപെടുന്നു, സങ്കടങ്ങൾ മാറ്റുന്നു, നിരാശ മാറ്റുന്നു. വിശ്വസിക്കട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ, യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണല്ലോ. ആമേൻ. അവൻ അത്ഭുതവാനാണേ. യേശുവേ, യേശുവെന്തും ചെയ്തിടുമേ, ആമേൻ. അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, ചെയ്തിടുമേ, യെസ് യെസ്, അവൻ അത്ഭുതവാനാണ്. ആമേൻ. വിശ്വസിക്കുന്നു, എന്തും ചെയ്തിടുമേ, ഏറ്റെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിശയവാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലവിധ വിഷയങ്ങൾ ഭാരപ്പെട്ടവരിതായി ശുശ്രൂഷയിലുണ്ട്. സ്ഥലക്കച്ചവടം നടക്കാത്തതിൻ്റെ പേരിൽ ഭാരപ്പെടുന്നവർ, സ്ഥലം വാങ്ങാൻ ഭാരപ്പെടുന്നവർ, വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്തവർ, ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, കോടതി കേസുകളിൽപ്പെട്ട് ജീവിതം വല്ലാണ്ട് കഷ്ടതയിൽ അനുഭവിക്കുന്നവർ, വലിയ ഭാരത്തിലുള്ളവർ, അതിർത്തി തർക്കം അനുഭവിക്കുന്നവർ. നിന്റെ ഭാരം എന്താണോ ആ ഭാരം സമർപ്പിക്കുക, ദൈവസന്നിധിയിൽ കൊടുക്കുക. കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടട്ടെ, കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചോ. ഈ നിമിഷം എല്ലാ രോഗങ്ങളും എല്ലാ പീഡകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ആ വിഷയത്തിൽ ഇടപെടട്ടെ. തകർച്ചകളും ദുഃഖങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. നിരാശയും ദുഃഖവും കർത്താവ് എടുത്ത് മാറ്റട്ടെ. കരങ്ങൾ ഉയർത്തി, യേശു എന്തും ചെയ്തിടുമേ, യേശു എന്തും ചെയ്തിടുമേ, ആമേൻ. അവൻ അത്ഭുതവാനാണേ. യെസ്, യേശു എന്തും ചെയ്തിടുമേ, ആമേൻ. അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, ആമേൻ. അവൻ അത്ഭുതവാനാണ്. യെസ് യെസ്, യേശു എന്തും ചെയ്തിടുമേ, ആമേൻ. അവൻ അതിശയവാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിക്കുക, നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുകയാണ്. വിശ്വസിച്ചോണം. ഈ സമയം ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഏറ്റെടുത്തുകൊള്ളണം, ഇത് നിന്നിൽ സംഭവിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും